തെറ്റിദ്ധരിപ്പിക്കാൻ ചങ്കൂറ്റം കാണിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് ഐ ബി ഈഡൻ. ഇന്ത്യയുടെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തിൽ സ്വാഭാവികമായുമുള്ള ഇടപെടലുകളെ പോലെ തന്നെ വ്യക്തിപരമായും അദ്ദേഹത്തെ തെരഞ്ഞെടുക്കേണ്ടത് ഈ കൊച്ചിയുടെ കൂടി ആവശ്യമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലെങ്കിലും പറയുകയാണ്. നിങ്ങൾക്കത് ബോധ്യമുള്ളതാണ്. 2024 ലോകത്തിലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണ്. ഏകദേശം 60 രാജ്യങ്ങളിലെ 400 കോടി ജനങ്ങളാണ് ഈ വർഷം അവരുടെ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്നത്. ഇന്ത്യയുണ്ട്, US ഉണ്ട്, തുർക്കിയുണ്ട്, യൂറോപ്യൻ യൂണിയനുകൾ ഉണ്ട്. എല്ലായിടത്തും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യമുണ്ട് എന്നതുപോലെ തന്നെ ഇന്ത്യയിൽ അത് കുറെ കൂടെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് സമയമാണ്. ഇന്നൊരു പക്ഷെ നിങ്ങൾ മീഡിയകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇന്നത്തെ ഒരു വാർത്തയുണ്ട്. ഇന്ത്യയിലെ 600ഓളം വരുന്ന അഡ്വക്കേറ്റ്സ്, പ്രതിഭാധനരായ അഡ്വക്കേറ്റ്സ്, ഹരീഷ് സാൽവയെ പോലെയുള്ള സുപ്രീം കോടതിയിൽ ഒരു സിറ്റിങ്ങിന് 30, 40, 50 ലക്ഷം രൂപയൊക്കെ വാങ്ങുന്ന ഹരീഷ് സാൽവയെ പോലെയുള്ള വക്കീലന്മാർ, 600 വക്കീലന്മാർ. അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മണിപ്പൂർ ബാർ അസോസിയേഷൻ ഒറ്റക്കെട്ടായി ഇന്ത്യയിലെ ജുഡീഷ്യറിയോട് പറഞ്ഞത്, ജുഡീഷ്യറിയുടെ അന്തസ്സും അഭിമാനവും ഈ രാജ്യത്ത് വിലപ്പെട്ടതാണ്. നമ്മുടെ പ്രതീക്ഷാ ഗോപുരമാണ് രാജ്യത്തിന്റെ ജുഡീഷ്യറി എന്ന് പറയുന്നത്. ആ ജുഡീഷ്യറിയുടെ അന്തസ്സ് കെടുത്താനുള്ള ഇടപെടലുകൾ നാട്ടിൽ നടക്കുന്നു എന്നാണ്. അതുകൊണ്ട് സൂക്ഷ്മത വേണമെന്ന് ജുഡീഷ്യറിയുടെ മുമ്പിൽ കത്തയച്ചിരിക്കുന്നു സുപ്രീം കോടതിയിലേക്ക് ഇന്ത്യയിലെ ഹരീഷ് സാൽവെ അടക്കമുള്ള 600 അഡ്വക്കേറ്റ്സ്. ഇത് കേട്ട ഉടനെ നരേന്ദ്രമോദി ഇടപെട്ടു. നരേന്ദ്രമോദി അതിൽ ഇടപെട്ടിരിക്കുന്ന തമാശ തന്നെ, അതെ, ഈ രാജ്യത്ത് അവിഹിതമായി ഇടപെടുന്നു എന്ന ഭാവനയാണ്. അതിലും ഇടപെട്ട് അദ്ദേഹത്തിന്റെ കമന്റ് പറയേണ്ടി വന്നു. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു രാജ്യത്തിന്റെ നെടുന്തൂണുകൾ എന്ന് പറയുന്ന ജനാധിപത്യമാവട്ടെ, ജുഡീഷ്യറി ആവട്ടെ, മീഡിയ ആവട്ടെ, എല്ലാം ഗുരുതരമായ പ്രതിസന്ധിയിലാണ്. പക്ഷേ പ്രതീക്ഷാ നിർഭരമായ ചലനങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുമുണ്ട്. അതിന്റെ ഒന്നാണ് ഇന്ന് ഈ പറഞ്ഞിരിക്കുന്ന 600ഓളം വക്കീലന്മാരുടെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് സുപ്രീം കോടതിക്ക് കത്തെഴുതിയ വക്കീലന്മാരിൽ BJPക്ക് വേണ്ടി വാദിച്ച അഡ്വക്കേറ്റ്സ് അടക്കമുണ്ട്. BJPക്ക് വേണ്ടി പാർലമെന്റിൽ, ജുഡീഷ്യറിയിൽ, സുപ്രീം കോടതിയിൽ വാദിച്ച വക്കീലന്മാരടക്കം ഈ രാജ്യത്തിലെ ജുഡീഷ്യറിയുടെ അന്തസ്സിനെ വില പറഞ്ഞു വാങ്ങുന്നു ചിലർ എന്ന അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയുണ്ടായി. ഈസ്റ്ററിന് അവധി കൊടുക്കുന്നത് മണിക്കൂറുകൾക്ക് മുമ്പാണ്. എത്രമാത്രം വിശ്വാസികൾക്ക് വിലപ്പെട്ടതാണ് ഈസ്റ്റർ എന്ന് നമുക്കറിയാം. ആ ഈസ്റ്ററിന് അവധി കൊടുക്കില്ല എന്ന് മണിപ്പൂരിൽ തീരുമാനിച്ചു. മണിപ്പൂരിൽ അതിന് ഗവൺമെന്റ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ചില ഫയലുകൾ നീക്കാനുണ്ടെന്നാണ്. വലിയ പ്രക്ഷോഭമുണ്ടായി, പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധത്തിന്റെ സാന്നിധ്യത്തിൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന മണിക്കൂറുകൾക്ക് മുമ്പ് തീരുമാനിച്ചു അവധി കൊടുക്കാം എന്ന്. എന്തിനാണ്? രാജ്യത്തിലെ സമുദായങ്ങൾ 4599 ജാതിയും മതങ്ങളും ഇന്ത്യ രാജ്യത്തുണ്ട്. വ്യത്യസ്തമായ വീക്ഷണങ്ങളുണ്ട്. 325 ഭാഷയുണ്ട്. ഏതെല്ലാം ജാതികൾ, മതങ്ങൾ, ഇതിന്റെ എല്ലാം സങ്കലനമല്ലേ ഇന്ത്യ എന്ന് പറയുന്നത്. ഇതിൽ മതങ്ങളെ തെരഞ്ഞെടുത്ത് പ്രകോപിപ്പിക്കുന്നതിന്റെ രാഷ്ട്രീയം എന്താണ്? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ കണ്ട സമീപകാലത്തിലെ ഏറ്റവും ഭീകരമായ മനുഷ്യഹത്യ നടന്ന മണിപ്പൂരിൽ ഈ നിമിഷം വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സന്ദർശിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി ജോഡോ യാത്രയിൽ പോയി. രണ്ടാമത്തെ, അതിനു മുമ്പ് കലാപം നടക്കുന്ന സമയത്ത് പോയി. അദ്ദേഹത്തെ തടുക്കുകയുണ്ടായി. VT മുഹമ്മദ് ബഷീർ സാഹിബ് പോയി, മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പോയി, സാദിഖ് അലി ശിഹാബ് തങ്ങൾ പോയി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മണിപ്പൂരിൽ ഈ നിമിഷം വരെ ഇത്രമേൽ മൃഗീയമായ കലാപങ്ങൾ നടന്ന ഇടത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയിട്ടില്ല, സന്ദർശിച്ചിട്ടില്ല. അത് മാത്രമല്ല, മണിപ്പൂരിന്റെ മാത്രം വിഷയമല്ല,
ലോകത്തിന്റെ റേറ്റിംഗുകൾ എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ചില വാർത്തകളുണ്ട്. UN-ന്റെ എന്താണ് ILO എന്ന് പറയും, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഇവിടെ അത് പറയുന്നതിൽ കുറെ കൂടെ പ്രാധാന്യമുണ്ട്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഉണ്ട്. ആ ലേബർ ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ആളുകൾ തൊഴിലില്ലാതെ നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണെന്നാണ്. അതിന്റെ കണക്കുകൾ പറയുന്നുണ്ട് ആ അസോസിയേഷൻ. പക്ഷെ രസവതല്ല, അത് പറയുന്ന സമയത്ത് അനുരാഗ് താക്കൂർ വരുന്നുണ്ട്, പ്രതിരോധിക്കും BJP-യുടെ നേതാവ്. അനുരാഗ് താക്കൂർ പറയുന്ന ഒരു കാര്യം എന്താ നിങ്ങള് ഈ വിദേശ ഡാറ്റകളെ നിങ്ങൾ വിശ്വസിക്കരുത് എന്നാണ്. വേണ്ടതില്ല, വിദേശ ഡാറ്റകളെ വിശ്വസിക്കാതിരിക്കാം, നമുക്ക് വിശ്വസിക്കാതിരിക്കാം. പക്ഷേ ഈ വിദേശ ഡാറ്റകൾ വിശ്വസിക്കാതിരിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ടത്, ഈ വാർത്തയോട് പ്രതികരിച്ച ഇന്ത്യയിലെ ചീഫ് എക്കണോമിക് അഡ്വൈസർ ഇന്ന് പറഞ്ഞെന്താണെന്നറിയോ? എങ്ങനെയാണ് ഒരു ഭരണകൂടത്തിന് എല്ലാവർക്കും തൊഴിൽ കൊടുക്കാനാവുക? ഇതൊക്കെ നോക്കാൻ പറ്റുമോ രാജ്യം ഭരിക്കുന്നവർക്ക്? തൊഴിൽ കൊടുക്കൽ മാത്രമാണോ രാജ്യത്തിന്റെ പ്രശ്നമെന്നാണ്. പിന്നെ എന്താണ് ഭരണാധികാരികളുടെ പണി? പിന്നെ എന്താണ്? നിലവിലുള്ള ഗവൺമെന്റിന്റെ ചീഫ് എക്കണോമിക് അഡ്വൈസർ ഇത് പറയുമ്പോൾ കഴിഞ്ഞ ചീഫ് അഡ്വൈസർ പറയുന്നുണ്ട്, ഇന്ത്യ രാജ്യത്ത് 5-ൽ 3 പേർക്ക് തൊഴിലില്ല. 33% തൊഴിലില്ലായ്മ കഴിഞ്ഞ 10 വർഷം മുമ്പ് ഇന്ത്യയിൽ. 10 വർഷം മോദിയുടെ ഭരണം പിന്നിടുമ്പോൾ ചെറുപ്പക്കാർക്കിടയിൽ 83% തൊഴിലില്ലായ്മ ഉണ്ട് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ പോലെ വേൾഡ് ഫോറം മാത്രമല്ല, UN കമ്മിറ്റി മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ മുൻ ചീഫ് എക്കണോമിക് അഡ്വൈസർ കൂടി പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എങ്ങനെയാണ് ഈ ഗവൺമെന്റിന് നമ്മൾ വോട്ട് ചെയ്യുക? ഏതർത്ഥത്തിലാണ് വോട്ട് ചെയ്യുക? എത്ര പേർക്കാണ് തൊഴിലില്ലാതെ പോകുന്നത്? 5-ൽ 3 പേർക്ക് തൊഴിലില്ല. മഹാഭൂരിപക്ഷം ആളുകൾക്ക് തൊഴിലില്ലാത്തവരിലെ 83% പേർ ഈ നാട്ടിലെ ചെറുപ്പക്കാർ. ലോകത്തിലെ ഏത് രാജ്യത്തിനാണ് ഈ അവസ്ഥയുള്ളത്? ഏത് രാജ്യത്തിനാണ്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഡെമോക്രാറ്റിക് ഇൻഡെക്സ് എന്ന് പറയുന്ന ലോകത്തിലെ ഒരു ഇൻഡെക്സ് എടുക്കുന്നവരുണ്ട്, കണക്കെടുക്കുന്നവരുണ്ട്. ജനാധിപത്യ രാജ്യങ്ങളുടെ ഒരു കണക്കെടുക്കുന്നവർ. നമ്മൾ എന്താ പറയാറ്? അഭിമാനപൂർവ്വം നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണ്? ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യമാണ് ഇന്ത്യ എന്നാണ്. ജനാധിപത്യ രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ എന്നാണ് 1-ാം ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചത്. എന്നാൽ ലോകത്തിലെ ജനാധിപത്യ രാജ്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു ഡെമോക്രാറ്റിക് ഇൻഡെക്സിനകത്ത് ഇന്ത്യയുടെ പുതിയ പേര് ഓട്ടോക്രാറ്റിക് ഡെമോക്രസി എന്നാണ്. ഓട്ടോക്രാറ്റിക് ഡെമോക്രസി ഒരു പുതിയ പേര് വന്നിരിക്കുന്നു ഇന്ത്യക്ക്. ഇന്ത്യ ഒരു പൂർണ്ണമായ ജനാധിപത്യ രാജ്യമല്ലെന്ന് പറഞ്ഞിരിക്കുന്നു, ഒരു ഓട്ടോക്രാറ്റിക് ഡെമോക്രസിയാണ്. ഈ രാജ്യത്തെ തകരുന്നത് എന്താണെന്ന് പരിശോധിക്കാനുള്ള ബാധ്യതയുണ്ട്. ഇതൊരു അവസരമാണ്. നിങ്ങളിൽ മഹാഭൂരിപക്ഷം ആളുകളും പരിശുദ്ധ റമദാനിൽ നോമ്പെടുത്ത് ജീവിതത്തെ ഒരു ത്യാഗമാക്കി മാറ്റേണ്ടുന്ന ആത്മശുദ്ധീകരണത്തിന് വിധേയമാക്കപ്പെടുന്ന ഒരു സമയമാണ്. ചിന്തിക്കേണ്ടുന്ന സമയമാണ്, ആലോചിക്കേണ്ടുന്ന സമയമാണ്. പലർക്കും ചില ലേസി ആയിട്ട് ഒരു തെരഞ്ഞെടുപ്പിന്റെ ആവേശ തള്ളിച്ചകൾ ഉണ്ടാകാം. തെരഞ്ഞെടുപ്പുകളിൽ കാണുന്ന ചില പരാക്രമങ്ങൾ, ചില ബഹളങ്ങൾ, ചില തെരഞ്ഞെടുപ്പ് ചട്ടരീതികളൊക്കെ ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ അങ്ങനെയല്ല കാണേണ്ടത്. കേവലം ഒരു തെരഞ്ഞെടുപ്പിന്റെ സ്വാഭാവിക ചലന രീതികളല്ല, ഇത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. നമ്മുടെ വിശ്വാസങ്ങളുടെ, നമ്മുടെ രാജ്യത്തിന്റെ പിറന്നു വീഴുന്ന കാലം മുതൽ നമ്മൾ കേൾക്കുന്ന നമ്മുടെ നാട് ലോകത്തിലെ ഏറ്റവും അന്തസ്സുള്ള, അഭിമാനമുള്ള, ലോകത്തിലെ ഏറ്റവും കൂടുതൽ വൈവിധ്യങ്ങളുള്ള, എന്നാൽ ഏറ്റവും മനോഹരമായ മതേതരത്വമുള്ള ഒരു രാജ്യമെന്ന നിലക്ക് കെട്ടിരുന്ന ഈ നാട്, ആ നാടിന്റെ അന്തസ്സ് തകർക്കപ്പെടുന്നു എന്നതാണ്. ഒരു രാജ്യത്തെ, ലോകത്തിലെ ജനാധിപത്യ രാജ്യങ്ങളിലെ മികച്ച രാജ്യമെന്ന് പറഞ്ഞ ഈ നാടിനെ ലോകത്തിലെ ജനാധിപത്യത്തിന്റെ ഇൻഡെക്സ് എടുക്കുന്നവർ പറയുന്നത് ഓട്ടോക്രാറ്റിക് ഡെമോക്രസിയാണ് ഇന്ത്യയിലുള്ളത് എന്നാണ്. പരിമിതമായ അധികാരങ്ങൾ മാത്രം. അത് മാത്രമല്ല, നിങ്ങൾ WHO വേൾഡ് ഹങ്കർ ഇൻഡെക്സ് ഉണ്ട്. വേൾഡ് ഹങ്കർ ഇൻഡെക്സ്, മനുഷ്യന്റെ പട്ടിണിയെ കുറിച്ച് പഠിക്കുന്ന ഇൻഡെക്സ് ഉണ്ട്. അതിനെക്കുറിച്ച് റമദാനിലെ വിശപ്പ് സുബഹ് മുതൽ മഗ്രിബ് വരെ മാത്രം അനുഭവിക്കുന്ന നമ്മളൊക്കെ ഈ ചൂട് വരുമ്പോ ഒരു 3 മണി 4 മണി ആകുമ്പോ നമ്മളൊക്കെ മുഖത്ത് ചെറിയ വാട്ടം വരും, ക്ഷീണം വരും. എന്നാലും അറിയാം, മഗ്രിബ് പങ്ക് കൊടുക്കുമ്പോ നമ്മുടെ തൊണ്ടയെ തണുപ്പിക്കാൻ വെള്ളമെടുക്കാം, കാരക്ക ഉണ്ടാകും, ഭക്ഷണം ഉണ്ടാകും. എന്നാൽ പട്ടിണി എന്ന് പറയുന്നത് ഇതല്ല. പട്ടിണി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ പട്ടിണി,
അത് ഭക്ഷണമില്ലാത്തത് കൊണ്ട് കഴിക്കാനാവാത്തതാണ്. ഈ വേൾഡ് ഹങ്കർ ഇൻഡെക്സിന്റെ കണക്കനുസരിച്ച് ലോകത്തിലെ 125 രാജ്യങ്ങളിൽ 111ാമത്തെ രാജ്യം ഇന്ത്യയാണ്. ഈ രാജ്യം 2000 മുതൽ 2015 വരെ പട്ടിണി അകറ്റാനുള്ള യുദ്ധത്തിലായിരുന്നു ഇന്ത്യയെന്നും 2015ഓടുകൂടെ മോദിയുടെ ഭരണകൂടം പട്ടിണിക്കെതിരെയുള്ള സമരം അവസാനിപ്പിച്ചുവെന്നും ഈ വേൾഡ് ഹങ്കർ ഇൻഡെക്സ് പറയുന്നുണ്ട്. നിങ്ങൾ അറിയുമോ, ഇന്ത്യ രാജ്യത്തോട് ചേർന്ന് കിടക്കുന്ന രാജ്യത്തിന്റെ പേര് അഫ്ഗാനിസ്ഥാൻ എന്നാണ്. എത്ര കാലമായി അഫ്ഗാനിസ്ഥാൻ എന്തെല്ലാം പോരാട്ടങ്ങളിൽ, കഷ്ടപ്പാടിൽ, ദാരിദ്ര്യത്തിൽ എത്ര പിറകിൽ നിൽക്കുന്ന രാജ്യമാണ്. ആ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നാണ്. വേൾഡ് ഹങ്കർ ഇൻഡെക്സിനകത്ത് ഏറ്റവും പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം ഉള്ള ഒരു രാജ്യം. എന്തിനാ ഒരു മനുഷ്യന്റെ പട്ടിണി? അങ്ങനെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, മനുഷ്യന്റെ പട്ടിണി അവന്റെ ഒരു രാജ്യത്തിന്റെ ചില അടയാളപ്പെടുത്തലുകളുണ്ട്. മനുഷ്യന് പ്രാഥമികമായ പ്രശ്നം എന്താണ്? വിശപ്പാണ്. വിശപ്പ് എന്തെന്നറിയാനാണ് നിങ്ങളോട് സുബഹ മുതൽ എല്ലാ ഇന്ദ്രിയ താല്പര്യങ്ങളെയും മറികടന്നുകൊണ്ട് നിങ്ങൾ മഗ്‌രിബ് വരെ നിൽക്കാൻ പറയുന്നത്. മനുഷ്യന്റെ ഏറ്റവും വലിയ നമ്മളിൽ പ്രേരിപ്പിക്കുന്ന ചാലക ശക്തി ഇന്ദ്രിയമാണ്. കണ്ണിന്ദ്രിയമാണ്, നാവിന്ദ്രിയമാണ്. ശരീരത്തിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. ഇത് നമ്മളെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. നല്ല ഭക്ഷണം കണ്ടാൽ ടേസ്റ്റ് നോക്കാൻ നമ്മളോട് നാവ് ഇങ്ങനെ പറയും. മോശപ്പെട്ടത് കാണാൻ കണ്ണു പറയും. വേണ്ടാത്തത് കേൾക്കാൻ കാതു പറയും. നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് മുകളിൽ ഒരു ആധിപത്യം മനസ്സിനുണ്ടാക്കുകയാണ്. ഇന്ദ്രിയങ്ങൾക്കനുസരിച്ച് ചലിക്കേണ്ടതല്ല മനസ്സ്. ഇന്ദ്രിയങ്ങളെ മറികടക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുക. അതാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനാവുക. വിശപ്പിന്റെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? അത് വിശപ്പ്. എനിക്ക് വിശന്നാല് അതെന്റെ ശാരീരിക പ്രശ്നമാണ്. ഞാന് ചിലപ്പോ തലചുറ്റി വീടാൻ വിശന്നാൽ, എനിക്ക് എന്റെ BP കുറയാൻ വിശന്നാൽ, എനിക്ക് കാഴ്ച കുറയാ, ചിലപ്പോൾ വിശന്ന് കണ്ണ് കാണില്ല എന്ന് പറയില്ലേ ചിലർക്ക്, അങ്ങനെ പല പ്രശ്നം ഉണ്ടാവാം. എന്നിട്ട് വിശന്നിട്ട് നമ്മളങ്ങ് മരിച്ചു എന്ന് വിചാരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടാവും? അള്ളാഹുവിന്റെ വക്കൽ ദൈവത്തിന്റെ മുമ്പിലെത്തുമ്പോൾ നിങ്ങൾ വിശന്ന് മരിച്ചവൻ എന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് സ്വർഗം നഷ്ടമാകുമോ? ഇല്ലല്ലോ. എന്നാൽ അന്യന്റെ വിശപ്പുണ്ട്. അത് നിന്റെ ആത്മീയ പ്രശ്നമാണ്. നിന്റെ ആത്മീയ പ്രശ്നമാണ്. നിന്റെ വിശപ്പ് നിനക്ക് സ്വർഗത്തെ നഷ്ടപ്പെടുത്തില്ല. എന്നാൽ നിന്റെ സഹോദരന്റെ വിശപ്പ്, സഹോദരിയുടെ വിശപ്പ് നിനക്ക് സ്വർഗത്തെ നഷ്ടപ്പെടുന്നു. അതെങ്ങനെയാണ്? അയൽക്കാരൻ ഭക്ഷണം കഴിക്കാതെ നീ വയറ് നിറച്ചു ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ നീ എന്റെ കൂട്ടത്തിൽപ്പെട്ടവരല്ലെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസന്നിഗ്ധമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അന്യന്റെ വിശപ്പ് നിനക്ക് സ്വർഗം നഷ്ടപ്പെടും. നിന്റെ വിശപ്പ് നിനക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുള്ളൂ, ദുനിയാവിലെ കുഴപ്പം ഉണ്ടാക്കുള്ളൂ. എന്നാൽ മറ്റൊരുത്തന്റെ വിശപ്പ് നിന്റെ ആത്മീയ പ്രശ്നമാണ്. വിശപ്പ് അത്രമേൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ വിശപ്പിനെ അകറ്റാൻ കഴിയുന്ന, അതിനെ അത്രമേൽ മനുഷ്യനവന്റെ റിയാലിറ്റിയെ, അവന്റെ പ്രശ്നങ്ങളെ ഉൾക്കൊള്ളാൻ പ്രേരിപ്പിക്കുന്ന, പഞ്ചേന്ദ്രിയങ്ങൾക്ക് മുകളിൽ മനസ്സുകൊണ്ട് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു മാസത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ വിശ്വാസ സമൂഹത്തിന്റെ ആ കാതലിനെ എടുത്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതുപോലെ കഷ്ടപ്പെടുന്ന ആ വിശപ്പിന്റെ ദാരിദ്ര്യം കൊണ്ട് എന്തെങ്കിലും മരിച്ചു വിടുന്ന ഒരുപാട് ആളുകൾ ഈ രാജ്യത്തുണ്ട്. അവരുടെ മുമ്പിൽ എന്താ പ്രശ്നം? വിശക്കുന്നവന്റെ മുമ്പിൽ എന്താ പ്രശ്നം? നിനക്ക് വിശപ്പുണ്ടെങ്കിൽ ആദ്യം വിശപ്പ് മാറ്റണം, എന്നിട്ടാണ് നീ നമസ്കരിക്കാൻ പോകേണ്ടത് എന്ന് ദീന് പറയുന്നത്. വിശന്നുകൊണ്ട് കൈകെട്ടി നിസ്കരിക്കും, നോമ്പിനല്ലാത്ത സമയത്ത് പാടില്ല എന്നാണ്. വിശപ്പ് പ്രധാനപ്പെട്ടതാണ്, പട്ടിണി പ്രധാനപ്പെട്ടതാണ്, ദാരിദ്ര്യം പ്രധാനപ്പെട്ടതാണ്. അതൊക്കെ കഴിയുമ്പോഴാണ് ഒരു കമ്മ്യൂണിറ്റിയുടെ അടയാളങ്ങൾ രാജ്യത്ത് വരിക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയി നോക്ക്, മനോഹരമായ അമ്പുരച്ചുപ്പികളായ പള്ളികളുണ്ട്, മനോഹരമായ പള്ളികൾ. കാര്യം എന്താണെന്നറിയോ? അറബികളുടെ കയ്യിൽ പൈസയുണ്ട്. കേരളത്തിൽ ഇതാ മട്ടാഞ്ചേരിയിലാണ്. മട്ടാഞ്ചേരിയിലെ പള്ളി നോക്ക്, എന്ത് മനോഹരമാണ്, എന്ത് പ്രൗഢമാണ്. പള്ളിയുടെ സുജൂദ് ചെയ്യുന്ന പായ ഒന്ന് മുഷിഞ്ഞാൽ ഉടൻ വരും.
ആ പള്ളിയിലേക്ക് എന്താണ് നല്ല മനോഹരമായ തുർക്കി കാർപ്പറ്റ് വരും നമ്മളെ പള്ളിയിൽ. കേരളത്തിൽ നിങ്ങൾ ഉടനീളം സഞ്ചരിച്ചാൽ കേരളത്തിന്റെ തെരുവുകളിൽ മനോഹരമായ പള്ളികളുണ്ട്. എങ്ങനെയാണ് അള്ളാഹു മനുഷ്യന് നിഴമത്ത് നൽകിയപ്പോ, അനുഗ്രഹങ്ങൾ നൽകിയപ്പോ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അവരുടെ ഒരു സാമ്പത്തിക പ്രവാസ ജീവിതമൊക്കെയായി, ബിസിനസ്സും ഒക്കെയായി സാമ്പത്തികമായി ഇതിന്റെ മെച്ചം വന്നപ്പോ പള്ളികൾ ഉണ്ടായി. എന്നാൽ നിങ്ങൾ ആഫ്രിക്കയിലേക്ക് പോയിട്ട് നോക്കിയിട്ടുണ്ടാവും, നിങ്ങൾ കേരളത്തിന് പുറത്ത് പോയി നോക്കിയിട്ടുണ്ടാവും. നിങ്ങളൊക്കെ പോയി യാത്ര ചെയ്യുന്നവരാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ആഫ്രിക്കയില് എന്താണ് മുസ്ലിങ്ങൾ ഇങ്ങനെ പുഴുക്കളെ പോലെ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ഞാൻ പോയിട്ടുണ്ട്. കണ്ണിൽ നിന്ന് സങ്കടം കൊണ്ട് അല്ലാഹു നമുക്ക് നൽകിയ മഹാ അനുഗ്രഹങ്ങളെ, വിശപ്പ് ഒന്നുമില്ല, മഹാ ഐശ്വര്യങ്ങൾ നൽകിയതിന് നമ്മളിങ്ങനെ എത്ര ശുക്ർ പറഞ്ഞാലും മതിയാവില്ല, എത്ര പറഞ്ഞാലും മതിയാവില്ല. അവർക്ക് നമസ്കരിക്കാൻ, കൂടി നിൽക്കാൻ മറച്ചു കെട്ടിയ ഒരിടം പോലുമില്ല ആഫ്രിക്കയിൽ. എന്തേ പള്ളിയില്ലാത്തത്? അവന്റെ പ്രാഥമികമായ പ്രശ്നം വിശപ്പാണ്, കഷ്ടപ്പാടാണ്. ഈ കഷ്ടപ്പാടും വിശപ്പൊക്കെ മാറുമ്പോ പള്ളികൾ ഉണ്ടാവും, സുന്ദരമായ പള്ളികൾ. കേരളത്തിന് പുറത്ത് എന്താ ഇല്ലാത്തത്? കേരളത്തിലെ മുസ്ലിങ്ങളെ പോലെ സാമൂഹ്യ പരിതോവസ്ഥ ഇല്ല കേരളത്തിന് പുറത്തുള്ളവർക്ക്. അതന്നെ കാര്യം. മനുഷ്യന്റെ പ്രാഥമികമായ പ്രശ്നമല്ല അവന്റെ ആരാധനാലയങ്ങൾ ഉണ്ടാക്കൽ. ഒരു മതവും ദീൻ പറഞ്ഞിട്ടില്ല. ഈ പള്ളിയിലെ മിഹ്റാബിൽ നിന്നിട്ട് നിങ്ങളുടെ ഖതീബ് പറയോ, ഏയ് മട്ടാഞ്ചേരിക്കാരെ, നിങ്ങൾ വിശന്നാലും തിരക്കണില്ല, പട്ടിണി കിടന്നാലും തിരക്കണില്ല, നിങ്ങൾക്ക് എന്ത് ദാരിദ്ര്യം ഉണ്ടായാലും തിരക്കണില്ല, പള്ളിന്റെ ഹൗസ് നന്നാക്കണം, പള്ളിന്റെ മിഹ്റാബ് നന്നാക്കണം എന്ന് പറയോ? പറയൂല, പറയില്ല. കാരണം മനുഷ്യന്റെ ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും മുമ്പിൽ അങ്ങനെ ഒരുപാട് വിശ്വാസപരമായ പ്രശ്നമുണ്ട്. അപ്പോഴാണ് രാജ്യത്തിന്റെ ഭരണാധികാരി വേൾഡ് ഹങ്കർ ഇൻഡെക്സിൽ 111ാമത്തെ രാജ്യമായി നിൽക്കുന്ന നാട്ടില് അമ്പലം ഉണ്ടാക്കുക, അതാണ് പള്ളി ഉണ്ടാക്കുക, ചർച്ച ഉണ്ടാക്കുക. അതല്ല മനുഷ്യന്റെ പ്രശ്നം. അമ്പലവും പള്ളിയും ചർച്ചും ഉണ്ടാക്കലല്ല ഭരണാധികാരിയുടെ ലക്ഷ്യം. മനുഷ്യന്റെ വിശപ്പ് മാറ്റലാണ്. അത് അവർ വിശ്വാസികൾ നോക്കിക്കോളൂ, അത് വിശ്വാസികൾ നോക്കിക്കോളൂ. ഇത് അവരുടെ കാര്യമാണ്. അവരുടെ കയ്യിൽ അള്ളാഹു കൊടുത്ത നിയമത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അവർ പള്ളിയും ചർച്ചും ഒക്കെ ഉണ്ടാക്കും. അത് രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ പ്രശ്നമല്ല, ഭരണകൂടം നോക്കേണ്ടതല്ല. എന്നാൽ അത്തരത്തിൽ മനുഷ്യനെ വിവേചനമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നതാണ് നമ്മൾ കാണേണ്ടുന്ന ഒരു ഗുരുതരമായ പ്രശ്നം. ലോകത്തിൽ നിങ്ങൾ എല്ലാ ഇൻഡെക്സ് എടുത്തു നോക്കിയാലും, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അങ്ങനെ എടുത്തു നോക്കിയാൽ, ഇപ്പൊ പട്ടിണി എടുത്തു നോക്കിയാൽ, അവസാനം ഇതാ ജനാധിപത്യത്തിന്റെ ഇൻഡെക്സിലും ഇന്ത്യ പിന്നിലേക്ക് പോവാണ്. നമ്മൾ ഒരു രാജ്യത്തിലെ, ഒരു നാട്ടിലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാണ്. എന്തായിരുന്നു കാര്യം? നിങ്ങൾ കണ്ടല്ലോ. അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഒരാളെ മാപ്പു സാക്ഷിയാക്കി മൊഴി വാങ്ങി അയാൾ അറസ്റ്റ് ചെയ്തു. ഈ ഇന്ത്യയിലെ 2 മുഖ്യമന്ത്രിമാരെയാണ് അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി സ്റ്റാലിന്റെ വീട് അടച്ചു കൂട്ടിയിട്ട് 4 ദിവസമാണ് ഇൻകം ടാക്സ് റൈഡ് നടത്തിയത്, ഇഡി അടക്കം. ഒരവസാനിപ്പിച്ചു പോയി. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിൽ എന്ന് ഫേസ്ബുക്കിൽ വന്നപ്പോ, അതിന്റെ പത്രത്തിൽ വാർത്ത വന്നപ്പോ അതിന്റെ അടിയിൽ ഒരു കുറിപ്പുണ്ടായിരുന്നു. കേരളത്തിന് എപ്പോഴും അവഗണന തന്നെയാണ്. നമ്മളെ മുഖ്യമന്ത്രിനെ തൊട്ടിട്ടില്ല, നമ്മളെ മുഖ്യമന്ത്രിനെ തൊട്ടില്ല. അത് വേറെ കച്ചവടമാണ്, അത് വേറെ കച്ചവടമാണ്. അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് ഒരു ഘടകമാണെങ്കിൽ 1000 വട്ടം അറസ്റ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തിയാണ് കേരളം ഭരിക്കണ പിണറായി വിജയൻ എന്ന് ആർക്കറിയാത്തത്? ആർക്കറിയാത്തത്? പക്ഷേ ആ അറസ്റ്റ് ചെയ്തില്ല, നടന്നില്ല. ഞാൻ ചോദിക്കുന്നത്, കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോ ജർമ്മനി പ്രതിഷേധിച്ചു. ഒരു കാര്യം ഞാൻ എപ്പോഴും നമ്മുടെ സഹോദരങ്ങളോട് പറയാറുണ്ട്, NRC കൊണ്ടുവരണു, CAA കൊണ്ടുവരണു, എന്നിട്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അങ്ങ് വലിച്ചു കയറ്റാം, അവരങ്ങ് രാജ്യത്ത് നിന്ന് ഓടിക്കാമെന്നാണോ ഈ പ്രധാനമന്ത്രിയും ഈ നരേന്ദ്രമോദിയും ഈ അമിത്ഷയൊക്കെ വിചാരിക്കുന്നത്? അതൊക്കെ നടക്കണ കാര്യമാണോ? ഇത് പഴയ എന്താണ് പറയണ പോലെ ഈ മട്ടാഞ്ചേരി പഴയ മട്ടാഞ്ചേരി അല്ല, കൊച്ചി പഴയ കൊച്ചില്ല എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്ത്യയും പഴയ ഇന്ത്യയല്ല, ലോകവും പഴയ ലോകമല്ല. കാരണം ഇതൊരു ഗ്ലോബൽ വില്ലേജാണ്, ഒരു ഗ്ലോബൽ വില്ലേജാണ്. ഇവിടെ അങ്ങനെ ഒരു രാജ്യത്തിലെ കുറച്ച് ആൾക്കാരെ മൂക്കിൽ വലിച്ചു കയറ്റാൻ ആണെങ്കിൽ അതിന് പറ്റിയ മൂക്ക് നരേന്ദ്രമോദിക്കോ അമിത്ഷാക്കൊന്നും ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതൊന്നും നടക്കണ കാര്യമല്ല. ഇതൊരു വലിയ ലോകമാണ്, വിശാലമായ ലോകമാണ്, ഒരു ഗ്ലോബൽ വില്ലേജാണ്. അവിടെ അതൊക്കെ സാധ്യമാണോ? അതൊക്കെ കഴിയുന്ന കാര്യമാണോ?
കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തിനാ ജർമ്മനി ഇടപെടുന്നത്? ലോകം ജാഗ്രതയോടെ നോക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അമേരിക്ക പറഞ്ഞു അത് ശരിയായില്ല. അപ്പോഴേക്ക് എംബസിയിൽ നിന്ന് പ്രധാനമന്ത്രി ആളെ വിളിപ്പിച്ചു. അപ്പോഴത്തേക്ക് നമ്മൾ ആൾക്കാർ പറഞ്ഞു, ഓ കണ്ടോ യുഎസിന്റെ ആളുകളെ വിളിപ്പിക്കാൻ. പക്ഷെ വിളിപ്പിച്ചിട്ട് എന്താ ചെയ്തത്? വിളിപ്പിച്ചിട്ട് ചോദിച്ചു, എന്തേ നിങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്? അമേരിക്ക പറഞ്ഞെന്താണെന്നറിയോ? കെജ്രിവാളിന്റെ അറസ്റ്റ് മാത്രമല്ല, കോൺഗ്രസിന്റെ പ്രവർത്തന ഫണ്ട് മരവിപ്പിച്ചതടക്കം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നാണ്. ലോകം അങ്ങനെയാണ്. ഏതെങ്കിലും ഒരുത്തന്റെ സംഘപരിവാരത്തിന്റെ മടിയിൽ വെക്കുന്ന അടക്കയൊന്നുമല്ല ലോകം എന്ന് പറയുന്നത്. ഇതൊരു ഗ്ലോബൽ വില്ലേജാണ്. അങ്ങനെ ആർക്കെങ്കിലും എല്ലാം റെഡിയാക്കി കളയാമെന്ന് വിചാരിക്കുന്ന ഒന്നല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഈ പുതുതായി വന്ന കണക്കുകൾ എന്താ അറിയോ? ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ പാർക്കുന്ന നഗരം കഴിഞ്ഞ വർഷം 3-4 വർഷം മുമ്പ് വരെ ബീജിംഗ് ആയി. എന്നാൽ ലോകത്തിലെ കോടീശ്വരന്മാർ പാർക്കുന്ന ഇന്നത്തെ ഏറ്റവും വലിയ നഗരം ബോംബെയാണ്. അതിൽ അഭിമാനമുണ്ടോ? എന്നാ കോടീശ്വരന്മാരുടെ രാജ്യം. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലോകത്ത് ഒരുപാട് കോടീശ്വരന്മാരുണ്ട്. ഈ കോടീശ്വരന്മാർക്കൊക്കെ അതിന്റെ ഇലോൺ മസ്ക്, ചെറുപ്പക്കാർക്കൊക്കെ അറിയാം ആരാ ഇലോൺ മസ്ക്. ഇലോൺ മസ്ക് എന്ന് കേട്ടാൽ ഉടനെ നമുക്ക് ഓർമ്മയാവുക ടെസ്ല കാറാണ്. ടെസ്ലയാണ്. അദ്ദേഹം കണ്ടുപിടിച്ചതാണ് ഈ ബാറ്ററി കാറുകളിലെ ഒരു എന്താണ് അതിശയകരമായ കണ്ടുപിടിച്ചമാണ് ഇലോൺ മസ്കിന്റെ. ഒരുപാട് കണ്ടുപിടുത്തങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ സ്പേസ് എക്സ് ഉണ്ട്. ഇലോൺ മസ്ക് എന്ന പേര് പറഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ അല്ലെങ്കിൽ ചാറ്റ്ജിപിടിയിൽ ഇലോൺ മസ്ക് എന്ന് അടിച്ചാൽ ഉടൻ വരും. അദ്ദേഹത്തിന്റെ ടെസ്ല വരും, സ്പേസ് എക്സ് വരും, ഒരുപാട് കാര്യം വരും. എന്താണ്? ഇലോൺ മസ്ക് കണ്ടുപിടിച്ചതാണ് ടെസ്ല. ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് സ്പേസ് എക്സ്. ആലിബാബ, ചൈനയിലെ ആലിബാബ സോഫ്റ്റ്വെയർ രംഗത്തെ പുലിയാണ്, ലോകത്തിലെ കോടീശ്വരനാണ്. അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റ് ആണ് ആലിബാബ എന്ന് പറയുന്നത്. ബിൽഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉടൻ നമ്മൾ പറയും മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റിന്റെ അതിന്റെ ഫൗണ്ടറാണ് ആരാണ്? ഈ ബിൽഗേറ്റ്സ് എന്ന് പറയുന്നത്. ആമസോൺ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ജബ്ബേസിന്റെ ആമസോൺ. എന്നാ ഞാൻ ചോദിക്കട്ടെ, അദാനി എന്ന് പറഞ്ഞാൽ എന്താ പറയാ? കൊച്ചി പോട്ടുന്നോ? അദാനി എന്താ കണ്ടുപിടിച്ചത്? അദാനി എന്താ കണ്ടുപിടിച്ചത്? ഏതെങ്കിലും ഒരു സാധനം അദാനി ഒന്നേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. എങ്ങനെ പ്രധാനമന്ത്രി, എങ്ങനെ അമിത്ഷയെ അവരുടെ കൂടെ നിന്ന് പണം അടിച്ചു മാറ്റി പൈസ ഉണ്ടാക്കാമെന്നല്ലാതെ അദാനി ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അദാനി എന്താ ചെയ്തത്? ഇന്ത്യയിലെ പോർട്ടുകൾ എടുത്തു, അദാനിക്ക് തറവാട് സ്വത്ത് പോലെ കൊടുത്തു. ഇന്ത്യയിലെ സീപോർട്ടുകൾ കൊടുത്തു, ഇന്ത്യയിലെ എയർപോർട്ടുകൾ കൊടുത്തു, ഇന്ത്യയുടെ സ്വത്ത് മുഴുവൻ അദാനിക്ക് കൊടുത്തു. ആര്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ അമിത്ഷാ. അതല്ലാതെ അദാനി ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അദാനിയുടെ ഒരു പ്രൊഡക്റ്റും ഇന്ത്യയിലില്ല. അദാനി ഒരു മൊട്ടുസൂചി പോലും കണ്ടുപിടിച്ചിട്ടില്ല. ലോകത്തിലെ ധനാഢ്യന്മാരായ ആളുകൾ മുഴുവൻ അവന്റെ തലച്ചോറ്, അവന്റെ അത്യധ്വാനം, അവരുണ്ടാക്കിയ കമ്പനി, അവരുടെ വ്യതിരിക്തമായ പ്രോഡക്റ്റ്, അതാണ് അവരെ അടയാളപ്പെടുത്തുന്നതെങ്കിൽ അത് ആരെയായാലും, അലിബാബയായാലും, മൈക്രോസോഫ്റ്റ് ആയാലും, ആമസോൺ ആയാലും, സ്പേസ് എക്സ് ആയാലും, അതല്ലെങ്കിൽ ടെസ്ല ആയാലും, അതിനൊക്കെ തന്നെ അവരുടെ അധ്വാനത്തിന്റെ ഫലമുണ്ട്. എന്നാൽ അദാനിയോ? അദാനി ഈ രാജ്യത്തിന്റെ ഭരണകൂടം ഉണ്ടാക്കിയ ഒരു ധനാഢ്യനാണ്. അവർ കണ്ടുപിടിച്ച ഒരു ധനാഢ്യനാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബ്രിട്ടീഷ് കാലത്തെക്കാൾ കൂടുതൽ ഇന്ത്യയിൽ പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള അന്തരം വന്നിരിക്കുന്നു എന്ന് ലോകത്തിന്റെ കണക്കുകൾ പറയാൻ. ഈ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കണക്കാണ്. ബ്രിട്ടീഷ് കാലത്തെക്കാൾ, ഭരണകാലത്തെക്കാൾ പാവപ്പെട്ടവനും മുതലാളിയും തമ്മിലുള്ള അന്തരം വന്നിരിക്കുന്നു. രാജ്യത്തിലെ പാവപ്പെട്ടവനെ മുഴുവൻ ചൂഷണം. ഇപ്പൊ രഘുറാം രാജൻ എന്താ പറഞ്ഞത്? രഘുറാം രാജൻ പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും പ്രതിഭാധനനായ എക്കണോമിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് അസംബന്ധമാണ് നടക്കുന്നത്. ഈ പോക്ക് പോയാൽ ഇന്ത്യ രക്ഷപ്പെടില്ല. അദ്ദേഹം പറഞ്ഞു, വി ഹാവ് അറൈവ്ഡ് എന്ന പ്രയോഗം പോലും തെറ്റാണ്. 2040 പോലും ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയാവില്ല ഈ പോക്ക് പോയാൽ. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലല്ല, മോദിയുടെ ബഡായി ഉണ്ടല്ലോ, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലല്ല, ഈ പോക്കാണെങ്കിൽ 2040 രക്ഷപ്പെടില്ല എന്ന് പറയുന്നത് രഘുറാം രാജനാണ്. ഉടനെ തന്നെ BJP-കാർ ഇറങ്ങി. ഇയാൾ ആരാണ്? പാരച്യൂട്ട് എക്കണോമിസ്റ്റ് എന്നാണ് അയാളെ വിളിച്ചത്. എന്തൊരു ഉളുപ്പില്ലാത്ത വർഗമാണ് ഈ BJP-യുടേത്. ഈ ഇന്ത്യയിലെ റിസർവ് ബാങ്കിന്റെ ഗവർണറായിരുന്ന രഘുറാം രാജൻ ഒരു അഭിപ്രായം പറയുമ്പോൾ പറയുന്നത് പാരച്യൂട്ട് എക്കണോമിസ്റ്റ് എന്നാണ്.
ഇയാൾ പറയുന്നത് കേൾക്കേണ്ടതാണ്. ആ പറയുന്നവനെ പരിഹസിച്ചാൽ, കളിയാക്കിയാൽ ഈ രാജ്യത്തിലെ പ്രശ്നങ്ങൾ തീർക്കുമോ? എന്നിട്ട് കുറെ സംഖ്യ ആളുകൾ എന്താ പറയണത്? എല്ലാം അവസാനം വിമാനം വരെ കണ്ടുപിടിച്ച് പുഷ്പക വിമാനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്ത് ജാതി പൊട്ടന്മാരാണ്! മനുഷ്യന്റെ രോഗം മാറാൻ മൂത്രം കുടിക്കണം, മൂത്രത്തിൽ ഔഷധമുണ്ട്, എന്തെല്ലാം ഇന്ത്യ പോലത്തെ ഒരു വലിയ രാജ്യം ഒരു BJP-ക്കാരൻ പറയണ ഇപ്പൊ എന്ന് വെച്ചാൽ, ഞാൻ ഈ അടുത്ത് കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് പോകുമ്പോൾ പലയിടത്തും എന്താണ് തൃശ്ശൂരിലെത്തുമ്പോൾ കാലിക്കറ്റിലെത്തുമ്പോഴൊക്കെ ശ്രദ്ധിച്ചത്, ചെറുപ്പക്കാർ പോലും നിന്നിട്ട് നമ്മളുടെ എന്താണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ഉണ്ടല്ലോ, ആ എക്സ്പ്രസിന്റെ ഫോട്ടോ ഒക്കെ അങ്ങനെ എടുക്കുകയാണ്. ഞാനൊരു 10-15 കൊല്ലം മുമ്പ് ലുധിയാനയിലേക്ക് ഡൽഹിയിൽ നിന്ന് പോകുമ്പോൾ ഇതിനേക്കാൾ മനോഹരമായ ട്രെയിൻ അവിടെ ഉണ്ട്. നമ്മൾ ഈ ഭാഗത്തുകാർക്ക് കിട്ടാറ്, ദക്ഷിണേന്ത്യയിലേക്ക് ഈ സാധനം വരാറില്ല, കേരളത്തിലേക്ക് പ്രത്യേകിച്ച് വരാറില്ല. ഇവിടെ വന്ന് ഇവർ വിചാരിക്കുന്ന ഈ BJP-ക്കാരുടെ കളിയൊക്കെ കണ്ടാ വിചാരിക്കുന്നത് റെയിൽവേ കണ്ടുപിടിച്ചത് നരേന്ദ്രമോദിയാണെന്നാണ്, ഈ മാറ്റം മുഴുവൻ ഉണ്ടാക്കിയത് ഇവരാണെന്നാണ്. എത്ര കൊല്ലം ഈ രാജ്യത്ത് കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട്, വ്യത്യസ്തമായ ഭരണാധികാരികൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്, എത്ര പ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. അവരുടെ വിഷണറിയുടെ, അവരുടെ അത്യധ്വാനത്തിന്റെ, അവരുടെ പ്രയത്നത്തിന്റെ ഫലമല്ലാതെ എന്താ മോദി ഉണ്ടാക്കിയത്? ഈ നരേന്ദ്രമോദി ജനിക്കുന്നതിന് മുമ്പ് ഇന്ത്യ പാകിസ്ഥാനോട് യുദ്ധം ചെയ്ത് ജയിച്ചിട്ടുണ്ട്. ഈ നരേന്ദ്രമോദി സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടന ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നരേന്ദ്രമോദി മുട്ടുകാലിൽ നടക്കുന്നതിന് മുമ്പ് ഏഷ്യൻ ഗെയിംസിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. ഈ നരേന്ദ്രമോദി കൊള്ളിയും കോലും കളിക്കുന്ന ആ കാലത്ത് ബക്രാനങ്കൽ കനാൽ ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നരേന്ദ്രമോദി സ്കൂളിൽ പാഠപുസ്തകം മറിച്ച് കളിക്കുന്ന കാലത്ത് ന്യൂക്ലിയർ റിസർച്ച് സെന്റർ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നരേന്ദ്രമോദി വിളക്ക് കൊടുത്താൻ പഠിക്കുന്ന കാലത്ത് താരാപൂർ ന്യൂക്ലിയർ ഊർജ്ജ നിലയം ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നരേന്ദ്രമോദി മുണ്ടുടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് IIM-ഉം NIT-യും ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളും ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നരേന്ദ്രമോദി അക്ഷരം പെറുക്കി വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നവരത്ന കമ്പനികൾ ഇന്ത്യയിൽ തുടങ്ങിയിട്ടുണ്ട്. ഈ നരേന്ദ്രമോദി RSSന്റെ ശാഖയിൽ പോയിട്ട് ലാത്തി വീശി പഠിക്കുന്നതിന് മുമ്പ് 1,00,000 പാകിസ്ഥാൻ സൈനികരെ ഇന്ത്യയുടെ പട്ടാളത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി ഇരുത്തിയിട്ടുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. നരേന്ദ്രമോദി ചായ വിറ്റ് നടക്കുന്ന കാലത്ത് ഇന്ത്യയിൽ തലങ്ങും വിലങ്ങും ഇവിടെ രാജധാനി എക്സ്പ്രസ് അടക്കമുള്ള ട്രെയിനുകൾ ഇന്ത്യയിൽ റെയിൽപാളകളിൽ ഓടി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ടും ചില പോയത്തക്കാരായ BJP-ക്കാരനും ഈ സംഘപരവാര പരിശ്രമങ്ങളും പറയുന്നത് ഞങ്ങൾ രാജ്യമുണ്ടാക്കിയെന്നാണ്. എന്ത് രാജ്യമാണ് ഉണ്ടാക്കിയത്? ഈ ഒരൊറ്റ ഇലക്ട്രൽ ബോണ്ട് മാത്രം നിങ്ങൾ പരിശോധിച്ചു നോക്ക്. എത്രമാത്രം പരിഹാസ്യമായിട്ടുള്ള, എത്രമേൽ ദയനീയമായിട്ടുള്ള ആ ഇലക്ട്രൽ ബോണ്ടിന്റെ വിഷയത്തിൽ സത്യത്തിൽ സുപ്രീം കോടതി എങ്ങാനും നിങ്ങൾക്ക് എത്ര പേർക്ക് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് അറിയാം? ഞാൻ ചെറുതായിട്ട് ഞാൻ പറയാം. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്? ഈ ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തു. നിങ്ങളിൽ ഒരാള് ഇവിടുത്തെ സ്റ്റേറ്റ് ബാങ്കിൽ പോയി ഒരു 10,000 ഉറുപ്പിക അവിടെ കൊടുത്ത് 10,000 ഉറുപ്പികയുടെ ഒരു ഇലക്ട്രൽ ബോണ്ട് നിങ്ങൾ വാങ്ങുന്നു. നിങ്ങൾ വാങ്ങിയിട്ട് അത് നിങ്ങളുടെ കീശയിൽ വെച്ചു, നിങ്ങളുടെ കീശയിൽ വെച്ചു. അങ്ങനെ കീശയിൽ വെച്ച് പോകുമ്പോഴാണ് ഒരു കോൺഗ്രസ്സുകാരനെ കാണുന്നത്, അല്ലെങ്കിൽ ഒരു ലീഗുകാരനെ കാണുന്നത്. ആ രാഷ്ട്രീയ പാർട്ടിക്ക് നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തു. ഇയാള് ഈ ബോണ്ട് സ്റ്റേറ്റ് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താൽ അപ്പ തന്നെ ആ നിമിഷം 10,000 ഉറുപ്പിക ഇയാൾക്ക് കൊടുക്കും. പക്ഷെ ഇതിന്റെ ഒരു രഹസ്യം എന്താന്ന് വെച്ചാൽ, ഈ ബോണ്ട് കൊടുത്തവനും ആർക്കാണെന്നോ എവിടുന്നാണ് വാങ്ങിയത് എന്നോ ആർക്കും അറിയില്ല. അഴിമതി ഇല്ലാതാക്കാന്നൊക്കെയാണ് BJP ഇതിനെ കുറിച്ച് പറഞ്ഞത്. പക്ഷെ ഇതില് രാജ്യത്തിലെ ഒരു പത്രപ്രവർത്തകർക്ക് സംശയം കുടുങ്ങി. അവരെന്ത് ചെയ്തു? 2,000 ഉറുപ്പിക സ്റ്റേറ്റ് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത് ഒരു ഇലക്ട്രൽ ബോണ്ട് വാങ്ങി. അവര് വാങ്ങുമ്പോൾ തന്നെ സ്റ്റേറ്റ് ബാങ്കിൽ ഒരു സംശയം, എന്നെ കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതെന്തിനാ 2,000 ഉറുപ്പിന്റെ ബോണ്ട്? കോടികളുടെ ബോണ്ടാണ് എല്ലാവരും എടുക്കുന്നത്, പിന്നെ എന്താ അവർ 2,000 ഉറുപ്പിന്റെ ബോണ്ട് എന്ന ഒരു സംശയം. എന്നാലും കൊടുത്തു. ഈ പത്രപ്രവർത്തക അതെന്ത് ചെയ്തു അറിയങ്ങള്? ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചു. അവര് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈ ബോണ്ട് അയച്ചു. ബോണ്ട് അയച്ചപ്പോൾ ഉള്ള രസം തരങ്ങള്, ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ആ ബോണ്ടിനകത്ത് ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു അക്കം, ഒരു നമ്പർ കണ്ടുപിടിച്ചു. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല്, നിങ്ങൾ സ്റ്റേറ്റ് ബാങ്കിൽ പോയിട്ട് ഒരു ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയാൽ അത് നിങ്ങൾ കൊണ്ടുപോയി കൊടുത്താൽ ആർക്കാ എന്താ അറിയില്ല എന്നാ അവർ പറയുന്നത്. എന്ന് വെച്ചാല്
കോൺഗ്രസിന് കൊടുത്തോ BJPക്ക് കൊടുത്തോ എന്നൊന്നും അറിയില്ല, ശുദ്ധമാണെന്നാണ്. പക്ഷേ നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് എടുക്കുമ്പോൾ അതിനകത്ത് രഹസ്യമായ ഒരു നമ്പർ ഉണ്ട്. ഈ നമ്പർ നിങ്ങൾ ആർക്ക് കൊടുത്തു എന്ന് വ്യക്തമാകും. കോൺഗ്രസിനാണ് നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുന്നതെങ്കിൽ ആ വ്യവസായിയെ അവർ പീഡിപ്പിക്കും, ബുദ്ധിമുട്ടിക്കും. BJPക്കാണ് നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുന്നതെങ്കിലോ അത് സ്വകാര്യമായി അവർ വാങ്ങിവെക്കും. ഈ വിവരം പുറത്തായപ്പോ SBI പറഞ്ഞു അല്ല അങ്ങനെയല്ല, അത് ഞങ്ങൾ അങ്ങനെ പല ന്യായവും പറഞ്ഞു. പക്ഷെ സുപ്രീം കോടതി ഇതിന്റെ വെളിച്ചത്തിൽ ഇലക്ട്രൽ ബോണ്ട് വെളിപ്പെടുത്തുകയും റദ്ദ് ചെയ്യുകയും ചെയ്തു. പക്ഷെ അപ്പോഴേക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലെ ഏറ്റവും മോശപ്പെട്ട മരുന്ന് നിർമ്മിക്കുന്ന കമ്പനി എന്ന് വെച്ചാൽ ആഫ്രിക്കയിലേക്ക് മരുന്ന് കയറ്റി അയച്ചതിന്റെ പേരിൽ 50ഓളം കുഞ്ഞുങ്ങൾ പെടഞ്ഞു മരിച്ച കമ്പനി, ഇവിടെ നിരാകരിച്ച കമ്പനി, ആ കമ്പനി ഇവർക്ക് കൊടുത്ത ഇലക്ട്രൽ ബോണ്ടായി കൊടുത്തത് 700 കോടി രൂപയാണ്. 700 കോടി രൂപയാണ്. ഇപ്പൊ ഈ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ കാരണക്കാരനായ വ്യവസായി കൊടുത്തത് 70 കോടി രൂപയാണ്. ഇന്ത്യയിലെ ഒരുപാട് കമ്പനികൾ, ഇന്ത്യയിൽ പാലം നിർമ്മിക്കുന്ന, റോഡ് നിർമ്മിക്കുന്ന കമ്പനികൾ എന്ന് വെച്ചാൽ നമുക്ക് സങ്കല്പിക്കാനാവാത്ത സംഖ്യ, കോടാനുകോടിയുടെ രൂപ ഈ കെജ്രിവാളിന് പരാതി കൊടുത്തവൻ അടക്കം, എന്തിന് ഈ കൊച്ചിയിലുള്ള വ്യവസായി അടക്കം ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുകയും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ. ഈ തട്ടിപ്പ് നടത്തുന്നത് ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമല്ല, ഒരു രാജ്യമാണ്. അതിന് രാജ്യത്തിന്റെ ബാങ്കിനെ കൂട്ടുപിടിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഏറ്റവും ഗൗരവത്തോടുകൂടെ ഒരു രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ മൗലികതയെ മുഴുവൻ തകർക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാ അർത്ഥത്തിലും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. രണ്ടാമത്, കേരളത്തിൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ പോരാട്ടം നടത്തുന്നത് ഒരു ഭാഗത്ത് BJPയോടാണ്, ഒരു ഭാഗത്ത് ഫാഷിസ്റ്റുകളും മറുഭാഗത്ത് മാർക്സിസ്റ്റുകളുമാണ്. മാർക്സിസ്റ്റ് പാർട്ടി എന്തിനാണ് കേരളത്തിൽ? സത്യത്തിൽ അവർ സ്വാഭാവികമായി മത്സരിക്കട്ടെ, അവർക്ക് മത്സരിക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല, പണ്ടത്തെ പോലെ ഇന്ത്യയിൽ എവിടെ ഇല്ല, അവർക്ക് മത്സരിക്കാൻ വേറെ സ്റ്റേറ്റുകളൊന്നുമില്ല, കേരളം തന്നെയാണ് ആവാലോ. പക്ഷെ രാഹുൽ ഗാന്ധിക്കെതിരെ എങ്ങനെയാണ് നിങ്ങൾ മത്സരിക്കുന്നത്? ശശി തരൂരിന് എങ്ങനെയാണ് എതിരെ നിങ്ങൾ മത്സരിക്കുന്നത്? നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? BJPക്ക് ബദലുണ്ടാക്കാനല്ലേ ഉദ്ദേശം? BJPയെ തോൽപ്പിക്കാനല്ലേ ഉദ്ദേശം? എങ്കില് വിനീതമായി ചോദിക്കുന്ന ഒരു ചോദ്യം, ആരാ BJPയെ തോൽപ്പിക്കുക? ആർക്ക് കഴിയും? 4, 3, 7 പേരുള്ള പിണറായി വിജയനാണോ? എന്തിന്? ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയാണ് കോൺഗ്രസ്. അവർക്കൊറ്റക്കാവില്ല, അവർക്കൊറ്റക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത്. മുസ്ലിം ലീഗ് പോലെയുള്ള ചെറിയ കക്ഷികൾ പോലും ഇന്ന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. നമുക്ക് എല്ലാവർക്കും ഒത്തുപിടിക്കാം. ഇപ്പോഴും രാജ്യത്തിന്റെ 30% വോട്ട് തികച്ചില്ല നരേന്ദ്രമോദിക്ക്. 70% ആളുകൾ പുറത്താണ്. നമുക്കവരെ കൺസോൾട്ടേറ്റ് ചെയ്യാം. ഒരുമിച്ച് നിന്നാൽ ഇവരെ പുഷ്പം പോലെ ഈ രാജ്യത്തിന്റെ ശത്രുക്കളെ നമുക്ക് ഓടിക്കാം. അതല്ലേ നമ്മൾ പറയുന്നത്? അപ്പോഴാണോ ഒരു സ്റ്റേറ്റിൽ മാത്രം, അതും തികച്ചില്ലാത്ത ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരൊറ്റ MP-യെ ജയിപ്പിച്ചെടുത്ത CPM-കാരന് ഓടിക്കാനാവുക? അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പശ്ചിമ ബംഗാളിൽ CPM കോൺഗ്രസിന്റെ കൂടെ അല്ലേ മത്സരിക്കുന്നത്? തമിഴ്നാട്ടിൽ നിങ്ങൾ കോൺഗ്രസിന്റെ കൂടെ അല്ലേ മത്സരിക്കുന്നത്? വയനാട്ടിലൊക്കെ സ്ഥിതി എന്താ? രാഹുൽ ഗാന്ധിന്റെ തെരഞ്ഞെടുപ്പ്, എന്റെ നാടാണ് വയനാട്. വയനാട്ടില് ഞങ്ങൾ ഗൂഡല്ലൂര് എന്ന് പറയുന്നത് ഞങ്ങളുടെ മൂപ്പൈനാട് പഞ്ചായത്തിനോട് ചേർന്നാണ്. മൂപ്പൈനാടിലെ ഒരു പാലം കഴിഞ്ഞാൽ അപ്പുറത്ത് തമിഴ്നാടാണ്. അപ്പൊ തമിഴ്നാടിന് വണ്ടി ഇങ്ങനെ അനൗൺസ് ചെയ്തു വരും. എങ്ങനെ? രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ നിങ്ങളുടെ വോട്ടുകൾ CPM-ന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടുന്ന് വരുന്നത്. അവിടെ സ്ഥാനാർത്ഥിയാണ്. ഈ പാലം കടന്നാൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ നിങ്ങൾ ഇന്നാക്ക് വോട്ട് ചെയ്യണം. എന്തൊരു അസംബന്ധം! ഒരു പൊളിറ്റിക്കൽ എടുക്കുന്ന ഒരു സ്റ്റാൻഡിന് പോലും ബലം വേണ്ടി. അതില്ല. ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും അവസാനം അതിന്റെ രാഹുൽ ഗാന്ധിയുടെ ജാഥയുടെ സമാപനം നടന്നു അങ്ങ് മഹാരാഷ്ട്രയിൽ. എന്താ CPM പങ്കെടുക്കാതിരുന്നത്? CPM പങ്കെടുക്കാതിരുന്നത് മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ ജോഡോ യാത്ര അത് പുറപ്പെട്ടത് നമ്മൾ കണ്ടു. വയനാട്ടിൽ നിന്ന് ആ ജാഥ എങ്ങനെ പോയി. അങ്ങനെ പോകുമ്പോൾ ഞാൻ ആ ജാഥ പോകുമ്പോൾ നമ്മളൊക്കെ എത്ര വികാര നിർഭരമായിട്ടാണത് കണ്ടത്. ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ. നിങ്ങൾ ആലോചിക്കണം, ഇതിൻ്റെ ഒന്നും ആവശ്യം അയാൾക്കില്ല.
ഇതിന്റെ ഒന്നും കാര്യം അയാൾക്കില്ല. എത്രയോ സമ്പന്നതയുടെ നെടുമുടി അങ്ങേ അറ്റത്ത് ജീവിക്കുന്ന ഒരാളാണ്. രാജ്യത്തിന്റെ തെരുവിലൂടെ ഇങ്ങനെ നിസ്വമായി നടക്കുക. എത്ര കിലോമീറ്റർ തെരുവിൽ എന്താണ് ഇന്ത്യയുടെ തെരുവിൽ കാശ്മീരിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുമ്പോ നട്ടപ്പാതിരക്ക് തണുത്തു പറങ്ങലിച്ച ഡൽഹിയിലേക്ക് അതിന്റെ തെരുവിലേക്ക് പാഞ്ഞു ചെല്ലുക, ആളുകളുടെ കൂടെ നിൽക്കുക. ആ മനുഷ്യൻ കണ്ടിട്ടുണ്ട് അവരുടെ വല്യമ്മയുടെ സ്വന്തം പിതാവിന്റെ ശരീരം ഇങ്ങനെ ചിതറിത്തെറിക്കുന്നത് ഈ രാജ്യത്ത്. എന്നിട്ടും ആ ചെറുപ്പക്കാരൻ ഇന്ത്യയുടെ തെരുവുകൾ മുഴുവൻ നടന്ന് പകുതി ആയപ്പോ പറഞ്ഞു, ഈ രാജ്യം എന്തുമാത്രം വെറുപ്പാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, നമുക്കിവിടെ സ്നേഹത്തിന്റെ കട തുറക്കണ്ടേ? ഒരു ചോദ്യമാണ്. ആ ജാഥ വയനാട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ, കേരളത്തിൽ നിന്ന് പുറപ്പെടുമ്പോ കളിയാക്കി CPM-കാർ. പൊറാട്ട തിന്നാനുള്ള ജാഥ എന്ന് പറഞ്ഞു. ആ ജാഥ കാശ്മീരിലാണ് സമാപിച്ചത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ജീവിതത്തിൽ നമ്മൾ മറക്കാത്ത ചില മുഹൂർത്തങ്ങൾ ഉണ്ടാവും. ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഓർത്തു വെക്കുന്ന ചില നിമിഷങ്ങൾ ഉണ്ടാകും. കാശ്മീരിൽ ആ ജാഥ സമാപിക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, മഞ്ഞിങ്ങനെ വീഴുകയാണ്. രാഹുൽ ഗാന്ധി ഒരു രോമത്തൊപ്പി ധരിച്ചിട്ടുണ്ട്. ക്യാമറ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോ ക്യാമറയുടെ കണ്ണുകൾക്ക് മുമ്പിൽ ഇങ്ങനെ മഞ്ഞു വന്ന് വീഴുന്നുണ്ട്. മഞ്ഞിനിടയിലൂടെയാണ് ആ മനുഷ്യന്റെ പതിഞ്ഞ ശബ്ദം നമ്മൾ കേൾക്കുന്നത്. പീഡിപ്പിക്കപ്പെട്ട കാശ്മീരികൾക്ക് വേണ്ടി, ഇന്ത്യയുടെ തെരുവുകളിൽ കണ്ട നരാധമത്വത്തിനെതിരായി, കർഷകർക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി ആ മനുഷ്യൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മുസ്ലിം ലീഗിന്റെ പ്രതിനിധി അവിടെ ഉണ്ടായിരുന്നു, ഇന്ത്യയിലെ ഒരുപാട് രാഷ്ട്രീയക്കാർ. അപ്പോഴാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നേരെ വണ്ടിയെടുത്ത് അന്നേ ദിവസം തെലുങ്കാനയിലേക്ക് KCR-ന്റെ കൂടെ എന്നിട്ട് പറയാണ്, ഞങ്ങൾ മൂന്നാം മുന്നണി ഉണ്ടാക്കുകയാണ്. ആരൊക്കെ? KCR, ആം ആദ്മി പാർട്ടി, പിണറായി വിജയൻ. മൂന്ന് മുഖ്യമന്ത്രിമാര്. ആം ആദ്മി പാർട്ടി പോയി ഇന്ത്യ മുന്നണി ചേർന്നു. KCR തോറ്റുപോയി പിണറായി വിജയ. ഈ ജൂനിയർ മാൻഡ്രാക്കിനെ കണ്ടപ്പോ തന്നെ മുമ്പ് തോറ്റു. ഈ പിണറായി വിജയൻ മാത്രമേ ബാക്കിയുള്ളത്. ആദ്യത്തെ ഇന്ത്യ മുന്നണി സംവിധാനം തോൽപ്പിക്കാൻ ശ്രമിച്ചു. അതേപോലെ മഹാരാഷ്ട്രയിൽ ഇപ്പൊ ഉണ്ടായ സഖ്യത്തെയും തോൽപ്പിക്കാൻ ശ്രമിച്ചു. അവിടെ നിന്നില്ല. നിങ്ങൾ എന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾ? അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടക്കണു. സംഗതിയൊക്കെ സങ്കടമുണ്ട്. പക്ഷെ ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, കെജ്രിവാളിനും തെറ്റുപറ്റിയിട്ടില്ലേ? ഒരു കിളവനില്ലായിരുന്നോ? ഓർമ്മയില്ലേ ഞങ്ങൾക്ക്? റമദാനാണ്, പക്ഷെ പറയാതിരുന്നിട്ട് കാര്യമില്ല. ആ പടുക്കളവൻ, എന്താ പേര്? എന്താ അണ്ണാ ഹസാരെ, ഒരു തൊപ്പിയൊക്കെ വെച്ചൊരു മൊയിലാരി ഇരിക്കണ മാതിരിയായിരുന്നു ഡൽഹിയിൽ ഇരുന്നിരുന്നത്. എന്തായിരുന്നു ബടായി? ആ കള്ളക്കളവൻ എവിടെയുള്ളത്? നിങ്ങൾ കണ്ടിട്ടുണ്ട് എവിടെങ്കിലും? രാജ്യം മുഴുവൻ വിറ്റുകൊണ്ടിരിക്കുകയാണ്. BJP-ക്ക് കൂട്ടിക്കൊടുത്തവനാണ് അവൻ. ആ കളവന്റെ മുമ്പിൽ പോയി സുക്കൂത്തായവനാണ് ഈ പറയുന്ന ഇന്നത്തെ ആം ആദ്മി പാർട്ടിയുടെ നേതാവടക്കം. ആ കെജ്രിവാളിനെ തള്ളി പറഞ്ഞില്ലേ ഈ കളവൻ? ജീവിച്ചിരിപ്പില്ലേ അയാള്? BJP കളിച്ച നാടകമായിരുന്നു. പക്ഷെ സംഘടനല്ല. ആ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി കേരളത്തിൽ 240 പ്രകടനം നടത്തിയെന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ വെബ്സൈറ്റിൽ അവകാശപ്പെടുന്നത് ഈ CPM പാർട്ടിയാണ്. ഇവരെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ അണ്ണാ ഹസാരെ വിട്. വേറൊരു ബാബ രാംദേവ് എന്ന് പറയുന്ന ഒരു കള്ള സന്യാസി ഉണ്ട്. അതിനറിയില്ല ഞങ്ങള്? ഈ പതഞ്ജലി എന്ന് പറയുന്ന ഷോപ്പൊക്കെ തുടങ്ങിയ അങ്ങ് മുട്ടുവരെ താടിയാണ് കള്ളന്. സന്യാസി അത്രേ. മൂത്രം വിറ്റ് പൈസ ഉണ്ടാക്കുന്നവനാണ്. ആ പറയുന്ന ഈ പതഞ്ജലിയില് എന്താണ്, കോവിഡിനെ തോൽപ്പിക്കാൻ മനുഷ്യന്റെ മൂത്രം കുടിച്ചാൽ മതി എന്ന് പറയുന്ന ഈ കള്ള സന്യാസിക്ക് വേണ്ടി കേരളത്തിൽ 300 പ്രകടനം നടത്തിയ പാർട്ടിയുടെ പേരാണ് CPM എന്ന്. അറിയോ നിങ്ങള്? ഈ രാജ്യത്തിൽ എന്തു നല്ല മൂവ്മെന്റുകളെയും തോൽപ്പിച്ചവരാണ്. തോറ്റാലും ജയിച്ചാലും അന്തസ്സോടെയും അഭിമാനത്തോടെയും മുസ്ലിം ലീഗിന് പറയാൻ കഴിയും, നേരിന്റെ കൂടെ നിന്ന് പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് അന്തസ്സോടെ പറയാൻ കഴിയും. ഞങ്ങൾ ഈ വൃത്തികെട്ട കളികൾക്ക് നിന്നിട്ടില്ല, ഈ പരിപാടികളിൽ നിന്നിട്ടില്ല. എന്തെല്ലാം ഏർപ്പാടുകൾ! ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ബംഗാളില് കോൺഗ്രസിന്റെ കൂടെ, തമിഴ്നാട്ടിൽ അവിടെ. ഞങ്ങൾക്ക് ഇവിടെയൊക്കെ മത്സരിക്കാനാവില്ലേ? ആവുന്നിടത്ത് മത്സരിക്കട്ടില്ല, അല്ലാത്തടത്ത് ഞങ്ങൾ വിട്ടുകൊടുക്കണു. ജയിക്കട്ടെ. ഇത് നിങ്ങൾക്കും എനിക്കും ജയിക്കാൻ മാത്രമുള്ള മത്സരമല്ല, നമുക്ക് ഈ രാജ്യത്തിന് ജയിക്കാനുള്ള മത്സരമാണ്. ലീഗ് അങ്ങനെയാ കാണുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ മുഴുവനെടുത്ത സ്ട്രാറ്റജി അങ്ങനെയാണ്, വിട്ടുവീഴ്ചകൾ അങ്ങനെയാണ്, നിലപാടുകൾ അങ്ങനെയാണ്. അതാണ് മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതില്ല. എന്നിട്ട് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി കൊണ്ടുവരുന്നൊക്കെ ഇവിടെയും കൊണ്ടുവരാം. ഇപ്പൊ ഇന്ധന വില കൂട്ടി. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ത്യ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പല്ലേ നടക്കണത്. എന്നാ നിങ്ങൾ എന്താ പിണറായി വിജയൻ പറയുന്നറിയോ? ഇത് കേന്ദ്രത്തിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് ഇന്ധന വില. അപ്പൊ 2 രൂപ കൂട്ടിയതോ? ആരുടെ പിടിപ്പുകേടാണ്?
ഇനി ഞാൻ ചോദിക്കട്ടെ, ഞാൻ മെനഞ്ഞാൽ ബാംഗ്ലൂരിലായിരുന്നു. അക്ബർക്ക് എന്നെ വിളിക്കുമ്പോൾ അഷ്റഫിക്കും വിളിക്കുമ്പോൾ ഞാൻ ബാംഗ്ലൂരിലുണ്ടായിരുന്നത്. ബാംഗ്ലൂരിൽ വരുമ്പോൾ ഞാൻ ഫുൾ ടാങ്ക് അടിക്കും. എന്താ കാര്യം എന്നറിയോ? 10 റുപ്യ ഡീസലിന് കുറവാണ്. 10 റുപ്യ. നാളെ ഞാൻ കണ്ണൂർക്കാ പോണത്. കണ്ണൂർ പോകുമ്പോൾ ഒരു സന്തോഷം എന്താണ്, മാഹി കൂടെ പോകാം. എന്താണ്, മറ്റേ കള്ളിൻ്റെ അല്ല പ്രശ്നം. കാരണം മാഹിയില് 15 റുപ്യാണ് ഒരു ലിറ്റർ പെട്രോളിന്റെ വ്യത്യാസം. ഇതൊന്നും ഇന്ത്യയിലല്ലേ? മാഹി ഇന്ത്യയിലല്ലേ? കർണാടക ഇന്ത്യയിലല്ലേ? ഈ പെണ്ണുങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ വെറുതെ കേരളത്തിലിരുന്ന് നിങ്ങളെ കഷ്ടാണ്. നിങ്ങൾ തമിഴ്നാട്ടിലോ കർണാടകയിലൊക്കെ പോയി നോക്ക്. വെറുതെ ബസ് കയറി യാത്ര ചെയ്യുക. വെറുതെ ഇപ്പൊ ഭർത്താവിനോട് തെറ്റി നോക്കുക, നിങ്ങൾ രാവിലെ ബസ് കയറിയാൽ മതി, അങ്ങനെ ഇരിക്കുക. പൈസ ഒന്നും ചോദിക്കൂല ആരും. വൈകുന്നേരം ആവുമ്പോൾ ഭർത്താവിന്റെ ചൂടൊക്കെ തെറ്റിയാൽ ഒന്ന് ഇറങ്ങിയാൽ ഇന്നൊക്കെ അപ്പം ഇറങ്ങിയാൽ മതി. 1 റുപ്യയും കൊടുക്കണ്ടെന്ന്. എന്ത് സുഖാണെന്ന്. ഈ മൊരക്കന്മാരുടെ നാട്ടിലാണ് നമ്മൾ വന്ന് വിട്ടുപോയത്. അല്ലാണ്ട് എന്താ പറയാ, ഈ നാട്ടിന്റെ അവസ്ഥ എന്താ? സാധനങ്ങളുടെ വില കയറ്റും, പെട്രോളിന്റെ വില കയറ്റും, ഡീസലിന്റെ വില. എന്താണ് ഡീസലിന്റെ വില കയറ്റിയപ്പോ പറഞ്ഞത്? ഞങ്ങള് പറഞ്ഞത് അധിക നികുതി വാങ്ങുന്നത് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാനാണ്. സാമൂഹ്യക്ഷേമ പെൻഷന് 6 മാസമായിട്ട് മുടങ്ങി കിടക്കുക. ഞാൻ നീട്ടണില്ല. വൈദ്യുതി ബില്ല് കൂട്ടി, വെള്ളക്കരം കൂട്ടി, വീട് പെർമിറ്റിന്റെ റേറ്റ് കൂട്ടി, സപ്ലൈകോയിൽ സാധനങ്ങളില്ല, അത് ഉള്ളതിന്റെ വില കൂട്ടി, PSC നിയമനം അട്ടിമറിച്ചു, നിരോധനം നടത്തി, KSRTC ആളുകൾക്ക് ശമ്പളമില്ല, പെൻഷനില്ല, ഉച്ചക്കഞ്ഞിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ പൈസക്ക് കൊടുക്കാതെ ഇവിടുത്തെ പ്രധാനാധ്യാപകർ കോടതിയിൽ കേസ് കൊടുക്കുന്നു. ഭിന്നശേഷിക്കാരന് പെൻഷൻ കിട്ടാഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തു, കർഷകന് പെൻഷൻ കിട്ടാഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തു. ലൈസൻസ്, നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്താൽ പോലും ഈ കളമശ്ശേരിയിലാണ് അതിന്റെ പ്രിന്റിങ് നടക്കുന്നത്. അവർക്ക് കോടികൾ കൊടുക്കാനുള്ളത് കൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കണില്ല. ഇപ്പൊ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സായ ആളുകൾക്ക് വരെ ഇല്ല. അപ്പോഴാണ് AK ബാലൻ വന്നിട്ട് പറയുന്നത്, എന്നാലും നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തരണം. എന്തിനാണ്? നമ്മളെ ചിഹ്നം നിലനിർത്താനാണ്. നമ്മൾ ഇന്ത്യ നിലനിർത്താൻ വേണ്ടി വിലക്കെടുമ്പാട് മൂപ്പര് ചിഹ്നം നിലനിർത്താൻ വേണ്ടി നിൽക്കുന്നത്. എന്തൊരു കഷ്ടമാണ്. ബാലൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാല്, ഇപ്പൊ നിങ്ങൾ അരിവാൾ ചുറ്റികയിലാണ് വോട്ട് ചെയ്യുന്നത്. ഈ പോക്ക് പോയാൽ നിങ്ങൾ നാളെ എലിപ്പെട്ടിയിൽ വോട്ട് ചെയ്യേണ്ടിയിരുന്നതാണ്. ഞാൻ പറയണത് എന്താണ് IB? എന്നെ കാത്തിട്ടല്ല എത്ര ആരായി പ്രസംഗിക്കുന്നത്. IB വരുന്നത് അപ്പൊ ചിഹ്നം നിലനിർത്താൻ എന്ന് പറഞ്ഞിട്ട് ചിഹ്നം നിലനിർത്താൻ വോട്ട്, നമ്മൾ ഇന്ത്യ നിലനിർത്താൻ വേണ്ടി കഷ്ടപ്പെടുമ്പോഴാണ് മൂപ്പര്. അപ്പൊ ഞാൻ പറഞ്ഞത് അരിവാൾ ചുറ്റികയിൽ വോട്ട് ചെയ്താലും എലിപ്പെട്ടിയിൽ വോട്ട് ചെയ്താലും ഞങ്ങൾക്ക് കണക്കാണ്. അതുകൊണ്ട് തൽക്കാലം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ CPM-കാരൻ്റെ പെട്ടി എലിപ്പെട്ടിയാക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്നാണ് എനിക്ക് പറയാം. അതുകൊണ്ട് ഞാൻ ഈ അഴിമതിയുടെയും തോന്നിവാസങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനുള്ള ഈ മുന്നേറ്റത്തെ ഈ റമളാൻ മാസത്തിലും, നമ്മൾ ഇന്നലെയൊക്കെ ബദറിന്റെ ഓർമ്മകളിലാണ്. സമരമാണ് ബദർ, യുദ്ധമല്ല. ഇതൊരു ജനാധിപത്യത്തിലെ സമരമാണ്, നിലനിൽപ്പിന്റെ സമരമാണ്. ആ സമരത്തിന്റെ ആരവത്തിൽ ഈ റമളാന്റെ വിശുദ്ധിയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം. നിങ്ങളെല്ലാവരും IBക്ക് ഞാൻ പറയേണ്ടതില്ല, അദ്ദേഹത്തിന്റെ ചിഹ്നമായ കൈപ്പത്തിയിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.